ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ഒരു ഓഫ് ഡേ കഥ പറയാൻ പോവുകയാണ്. വലിയ കഥയൊന്നും ഇല്ല കേട്ടോ. രാവിലെ ലേറ്റായിട്ട് എണീക്കുന്നു, പിന്നെ ഫ്രഷപ്പ് ആവുന്നു, കിച്ചണിലോട്ട് കിടക്കുന്നു, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ആക്കാൻ തോന്നി. രാവിലെ എണീക്കുന്നത് നല്ല ഭക്തിഗാനമൊക്കെ കേട്ടിട്ടായിരിക്കും. കിച്ചണിലോട്ട് കയറുമ്പോഴത്തേക്ക് എൻ്റെ എനർജി ഫുള്ളും പോകും. പിന്നെ തമിഴ് പാട്ടൊക്കെ കേട്ട് വീണ്ടും എനർജറ്റിക് ആവും. ഇന്ന് ഉപ്പുമാവും ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നാട്ടിലെല്ലാവരും വിചാരിക്കുമായിരിക്കും ജർമ്മനിയിൽ അടിച്ചു പൊളിക്കല്ലേ. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളുമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, ഞാൻ ജർമ്മനിയിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് തോന്നും. അതായത് ദിവസം 100 ആൾക്കാരായിരിക്കും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ആ ഒരു ഇമോഷൻസും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഇതെല്ലാം ഒരു രീതിയിൽ നമ്മളെയും എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഒന്നോ രണ്ടോ ഓഫ് കിട്ടുന്നത്. ആ ഓഫ് ആണെങ്കിലോ ഒന്നെങ്കിൽ വാഷിങ്, അല്ലെങ്കിൽ ഷോപ്പിംഗ്, അല്ലെങ്കിൽ ക്ലീനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടൊക്കെ പോകും. ഒരു ശരാശരി നേഴ്സുമാരുടെ ഓഫ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചൂസ്.